ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ദ മോസ്റ്റ് സക്സസ്ഫുൾ മൂവി ദുരന്തറുടെ പാർട്ട് 2 ദ റിവെഞ്ച് സിനിമയെ പറ്റിയാണ്. സിനിമയുടെ പേര് പോലെ തന്നെ ദുരന്തർ ദ റിവെഞ്ച്. ഫുൾ അടിച്ച് തകർത്ത് പക്ക റിവെഞ്ച് മോഡിൽ തന്നെ ആണ് ദുരന്തർ 2-ൽ രൺവീർ സിംഗ്. നെമ്മറ വെടിക്കെട്ട് പോലെ പടപടപടാ സീനുകളാണ് കാണിച്ചിരിക്കുന്നത്. ഫുൾ ഗൂസ് ബം സീൻസ്. രൺവീർ സിംഗ് ആവട്ടെ അവരുടെ പീക്ക് ലെവലിലാണ് കാണുന്നത്. ഈ ഡയറക്ടർ, ദ മോസ്റ്റ് ടാലന്റഡ് ഫിലിം മേക്കർ ആദിത്യധർ, അവരൊരു രക്ഷയില്ല. ഇന്ത്യൻ സിനിമയെ തന്നെ മാറ്റിമറിച്ച സിനിമയാണ് അവർ കൊണ്ടുവന്നത്. അവരുടെ ആ ഗട്ട്സ് സമ്മതിക്കണം. ദുരന്തർ വെറും 4 മാസത്തിന്റെ ഉള്ളിൽ പാർട്ട് 2 ഇറക്കി. അതും ഫസ്റ്റ് പാർട്ട് 3 hours 35 minutes ആണെങ്കിൽ സെക്കൻഡ് പാർട്ട് 3 hours 50 minutes ആണ്. അതാണ് ഒരു എക്സ്ട്രാ ഓർഡിനറി ഫിലിം മേക്കേഴ്സോടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഇവിടെ കാണിക്കുന്നത്. പടം ഫൈനലി കണ്ടു. ആദിത്യധർ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. തന്റെ മൂവിയുടെ കോണ്ടന്റ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഒരു കോംപ്രമൈസും ഇല്ല. സിനിമയെ പറ്റി പറഞ്ഞാൽ ഹാൻഡ്സ് ഓഫ് ടു ആദിത്യധർ, ദ അൾട്ടിമേറ്റ് ഫിലിം മേക്കർ, ദ പെർഫെക്റ്റ് ഡയറക്ഷൻ. സമ്മതിക്കണം, ഈ മാതിരി ഡയറക്ഷൻ ചെയ്യാൻ, ഈ മാതിരി പടം ഉണ്ടാക്കാൻ അത്രയ്ക്കും എഫേർട്ടും അത്രയ്ക്കും ചിന്തിച്ചിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആയിരുന്നു. ഭയങ്കര എൻഗേജിങ് സ്ക്രീൻ പ്ലേ. 3 hours 50 minutes നമുക്ക് ടപ്പാന്ന് പോയ മാതിരി തോന്നും. അത്രയ്ക്കും ഫാസ്റ്റ് പേസിലാണ് സിനിമ പോകുന്നത്. ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ 1.5 മണിക്കൂറാണ്. എപ്പോൾ തീർന്നു എന്ന് നമ്മൾ വിചാരിക്കും, ഇത്ര പെട്ടെന്ന് ഇന്റർവെൽ വന്നാ. ഫുൾ സ്പീഡ് ഹൈ പേസിലാണ് ഫസ്റ്റ് ഹാഫ് തീർന്നത്. സെക്കൻഡ് ഹാഫ് ആണ് ഈ സിനിമയുടെ കൂടുതൽ റണ്ണിങ് ടൈം ഉള്ളത്, 2 hours 10 minutes. അതും ഫിലിം മേക്കേഴ്സിന്റെ ഒരു സ്മാർട്ട് മൂവ് തന്നെയാണ്. ഇതിനാണ് പറയുന്നത് ഒരു സ്മാർട്ട് ഫിലിം മേക്കിംഗ്. ഓഡിയൻസിനെ എങ്ങനെ എൻഗേജ് ചെയ്ത് ഇരുത്താം, അത് ഈ സിനിമ ഒരു എക്സാമ്പിൾ ആണ്. പക്ക ദുരന്തർ 2 ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ആക്ടിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ രൺവീർ സിംഗിന്റെ ആക്ടിങ് സൂപ്പർബ് ആക്ടിങ്, എക്സ്ട്രാ ഓർഡിനറി ആക്ടിങ്. ആള് ഈ ക്യാരക്ടർ അങ്ങോട്ട് ജീവിച്ചു. അതാണ് അതിന്റെ കൂടെ ഉള്ള ഓരോ ആക്ടേഴ്സും, എല്ലാവരുടെ പെർഫോമൻസ് സൂപ്പർബ്. ഓരോരുത്തരുടെ ഗൂസ് ബംസ് തരുന്ന ഡയലോഗ്സ്, മൈൻഡിന് വെച്ചിട്ട് കളിയാണ് ഡയറക്ടർ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് VFX അമ്മാതിരി സംഭവമല്ല. ഈ സിനിമ എന്ന് പറഞ്ഞ ക്ലാസ് സ്ക്രീൻ പ്ലേ, ഡയലോഗ് ഡെലിവറി, പിന്നെ വേ ഓഫ് ഫിലിം മേക്കിംഗ്, അതാണ് ഈ സിനിമയുടെ പവർ. ദുരന്തർ പാർട്ട് 1ന്റെ അത്ര ഹൈലി പെർഫെക്ഷൻ ഇല്ലെങ്കിലും ഒരു 85% ദുരന്തർ 2 ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ആദിത്യധറിന്റെ പടമാണ്, അതുകൊണ്ട് കാണണം. അതാണ് ഇപ്പൊ ജനങ്ങൾക്ക് തോന്നുന്നത്. ഈ 2 പടം ദുരന്തറും ദുരന്തർ 2-ഉം വലിയ ഫാൻ ബേസ് ആണ് ആദിത്യധർക്ക് ഉണ്ടാക്കി കൊടുത്തത്. ഈ ഇന്ത്യയിൽ മാത്രമല്ല ഓൾ വേൾഡ് ഭയങ്കര ക്രേസ് ആണ് സിനിമയ്ക്ക്. ഇനി ലിയാരിയുടെ അടുത്ത കിങ് ആരാണ്? രൺവീർ സിംഗിയുടെ അൾട്രാ റിവെഞ്ച് മോഡ് എങ്ങനെ നമ്മളെ ത്രസിപ്പിക്കും? അതാണ് ദുരന്തർ 2 ദ റിവെഞ്ച്. ചുരുക്കത്തിൽ 2000 തൊട്ട് 2024 വരെ നടക്കുന്ന എല്ലാ ടെറർ ആക്ടിവിറ്റീസും പൊളിറ്റിക്കൽ ഔട്ട്റേജും അതിന്റെ ഫുൾ ഒരു ഡാറ്റ നമുക്ക് തരുന്ന രീതിയിലാണ് സെക്കൻഡ് ഹാഫ്. അത് ചിലർക്ക് അത് പൊളിറ്റിക്കൽ സൈഡ് എടുക്കുന്ന പോലെ തോന്നും. ബാക്കിയെല്ലാം ഈ പടം സൂപ്പർബാണ്. യാമി ഗൗതമിന്റെ ഒരു ക്യാമിയോ റോൾ അത് ഓക്കെയാണ്. പിന്നെ ബാക്കി കലാകാരന്മാരുടെ എല്ലാവരുടെയും ആക്ടിങ് സൂപ്പർ ആയിരുന്നു. നടി സാറയുടെ ആക്ടിങ് നന്നായിരുന്നു. സഞ്ജയ് ദത്തിന്റെ ഡയലോഗ് ഡെലിവറി എക്സ്ട്രാ ഓർഡിനറി. കോമഡി നെഗറ്റീവ് ക്യാരക്ടറിൽ വന്ന ആ പൊളിറ്റീഷ്യൻ രാകേഷ് ബേദി സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുറെ ഗൂസ് ബംസ് മൂവ്മെന്റും കുറെ ട്വിസ്റ്റുകളുമായി ഈ സിനിമ ഒരു അൾട്ടിമേറ്റ് ഫിലിം മേക്കിംഗ് ആണ്. എന്തായാലും പോയി കാണുക. ഒരു മൂവിയുടെ കോണ്ടന്റ് സൂപ്പർ ആണെങ്കിൽ, ആ കോണ്ടന്റിന് ജീവൻ കൊടുക്കുന്ന ഡയറക്ഷനും ആണെങ്കിൽ, നല്ല ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടെങ്കിൽ സിനിമ എത്ര ലെങ്തി ആയാലും ഓഡിയൻസിനെ എൻഗേജ് ചെയ്തിരിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ദുരന്തർ 2. അപ്പോൾ ദുരന്തർ 1 പോലെ ദുരന്തർ 2-ഉം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. സിനിമയുടെ ഡയറക്ഷൻ ടോപ്പ് നോച്ച്, സിനിമയുടെ സ്ക്രീൻ പ്ലേ എക്സ്ട്രാ ഓർഡിനറി, സിനിമയുടെ ഡയലോഗ്സ് സൂപ്പർബ്, ആക്ടിംഗ് പെർഫോമൻസ് മാസ്റ്റർ ക്ലാസ്. ഇതെല്ലാതും കൂടി ചേർന്ന് ഒരു പക്ക വാച്ചബിൾ
എല്ലാവരും പോയി കാണുക. എന്നിട്ട് നിങ്ങളുടെ റിവ്യൂ കമന്റ് ബോക്സിൽ നൽകുക. നന്ദി, നമസ്കാരം.